അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യണത് മൊത്തം സ്പ്രേ ക്യാനും കൊണ്ടാണ് കേട്ടോ. ഇത് തന്നെ സംഭവിക്കണേന്ന് നോക്കാം. നമുക്ക് തന്നെ മണ്ടക്കട ചുമ്മാ ഞെക്കി വിടാം. കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു ഇതുള്ളൂ അല്ലേ. അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വണ്ടിയുടെ പെയിൻറ്റ് അടിക്കാൻ പോകാണ് കേട്ടോ. ബാക്കി വർക്കൊക്കെ ചെയ്ത് ഇത്ര ആയല്ല, കിറ്റൊക്കെ പണി സെറ്റാക്കിയില്ല. ഇനിയിപ്പോൾ പെയിൻറ്റ് അടിയാണ് ബാക്കിയുള്ളത്. ഇന്ന് നമ്മൾ പെയിൻറ്റ് അടിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യണത് മൊത്തം സ്പ്രേ ക്യാനും കൊണ്ടാണ് കേട്ടോ. നമ്മളല്ലാണ്ട് കംപ്രസർ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ആവുമെന്നും കൂടെ അറിയാമല്ലോ. നമ്മളിപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ സാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ 80 സാൻഡ് പേപ്പർ ഇട്ട് മൊത്തം സാൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പുട്ടിയൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ഇങ്ങനത്തെ ബമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി നല്ല സ്മൂത്തായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് പെയിൻറ്റ് കയറേണ്ട സ്ഥലമെല്ലാം മാസ്കിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പ്രൈമർ അടിക്കാം. നമ്മൾ ടാങ്കിന് പ്രൈമർ അടിച്ച് തരുന്നു കേട്ടോ. നമ്മളൊരു 3 കോട്ടിങ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ പെയിൻറ്റേഴ്സ് അല്ലെന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ കുറച്ച് കൂടിപ്പോയിട്ട് ഇങ്ങനെ ഒടിയൊക്കെ ഉണ്ട് കുറേ അതിലൊക്കെ. പിന്നെ ഏറ്റവും അടിഭാഗം നല്ലോണം സാൻഡ് ചെയ്യാത്തതുകൊണ്ട് കുറേ കുഴിയും കുന്തവും പൊക്കലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. എന്നാലും മറിച്ചിടാനുള്ള വണ്ടിയല്ലേ, എന്നാലും പ്രോ പെയിൻറ്റേഴ്സ് അല്ല. അപ്പോൾ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ബാക്കിയാക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് 600 പേപ്പറും കൊണ്ടൊന്ന് സാൻഡ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചു. എന്നാണെങ്കിലും ചെയ്യണമല്ലേ, അത്ര വലിയ കാണിക്കാം. ഒന്ന് സാൻഡ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ കളർ അടിക്കാം. അപ്പോൾ നമുക്കിനി നേരെ സാൻഡ് ചെയ്യാം. നമ്മൾ സാൻഡ് ചെയ്ത് പൊടിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടിക്കണ പെയിൻറ്റ്. ഈ കളറാണ് അടിക്കണേ, നീല ഷീഫെങ് ബ്ലൂ അങ്ങനെയാണ് ഇവർ കൊടുത്തേക്കണേ. നമുക്ക് നോക്കാം അടിച്ച് കഴിയുമ്പോൾ അറിയാം ഏതാ കളറെന്ന്. ചുമ്മാ കിട്ടിയ നീല എടുത്തുകൊണ്ട് വന്നാൽ ഇതടിച്ച് നോക്കാം. ഇതാണ് കളറ്, ഇതാണ് കളറ്. ഭയങ്കര കളറാണല്ലോ, നോക്കാം അല്ലേ. അയ്യോ എന്നടാ ഭയങ്കര കളറാണല്ലോ. കുഴപ്പമില്ല, നോക്കാം. കിളക്കമുണ്ട് നമ്മുടെ സ്ക്രാച്ചെല്ലാം കാണുകയും ചെയ്യാം. ഇത് തന്നെ നല്ലത്, ഇങ്ങനെ വിടുന്ന നല്ലത്. ഇങ്ങനെ അടിച്ചാൽ മതി. ഇവരാക്കി വെച്ചാലോ പകുതി തീയിലേ എങ്ങനെ വെച്ചാൽ ഒരു പകുതി തീയിലേ പകുതി പ്രൈമറാക്കി വെച്ചാൽ ഒരു ലെയർ പെയിൻറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മെനകെട്ട കളറായിട്ടോ തോന്നണേ. പിന്നെ നമ്മൾ അടിച്ച് തീർത്തേക്കാം. തുടങ്ങിയതല്ലേ, പരിപാടി തീർത്തേക്കാം. പുലിക്കും വർത്താനം എല്ലാം കൂടെ ഒരുമിച്ചാണ്. മൊത്തം കബഡിയല്ല. ഇതിൽ വേറെ പെയിൻറ്റ് അടിക്കാണ്ടിരിക്കണല്ലേ ചേർ. എൻ്റെ ആദ്യത്തെ പോലെ ഇട്ടാൽ ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇനി ആ കോട്ടും കൂടി ഒന്ന് ഉണങ്ങട്ടെ. അച്ഛന്മാർ ഇതും കൂട്ടിരുന്ന് ഉണങ്ങി നോക്കട്ടെ, അന്നേരം അറിയാം എന്നാ അവസ്ഥയാണ്. ഒരു സൂമാക്കി മെനകേട് കാണിക്കണ്ടായിരിക്കും കേട്ടോ. ഇരിക്കട്ടെ. നമ്മൾ അടുത്ത നീല എടുക്കും കേട്ടോ. നമ്മുടെ ടാങ്ക് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കിറ്റിയിലൊക്കെ അടിച്ചിടാം. പ്ലാസ്റ്റിക്കാണ്, എങ്ങനെ പെയിൻറ്റ് പിടിക്കുമെന്ന് അത് കുലുക്കിക്കൊണ്ട് പറഞ്ഞൊന്നും കേൾക്കില്ലേ. ഇത് പ്ലാസ്റ്റിക് അടിക്കാം. പ്ലാസ്റ്റിക് കൊണ്ട് എങ്ങനെ പിടിക്കണമെന്നറിയില്ല, നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ കിറ്റിന് പെയിൻറ്റ് അടിക്കും. തുടങ്ങട്ടെ. കുഴപ്പമില്ല, അല്ലാണ്ട് ഈ സൈഡിൽ നിന്ന് വേണം.
ഒരു 5 മിനിറ്റ് ഉണങ്ങട്ടെ ചേട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലെയറും കൂടെ അടിച്ചുകൂടാ എല്ലാത്തിൻ്റെ മണ്ടയിൽ പുലിങ്ങി തീരട്ടെ. നമ്മൾ ടാങ്കിലും കിറ്റിനൊക്കെ നീല പെയിൻറ്റ് അടിച്ചു കേട്ടോ. എല്ലാം 2 കോട്ട് വെച്ച് അടിച്ചു, 3 കോട്ട് വെച്ച് അടിക്കാനായിട്ട് പെയിൻറ്റ് തരുന്നില്ല. അപ്പോൾ ആരെയും നിർത്തി. അപ്പോൾ അങ്ങനെ അടിച്ച് നോക്കിയപ്പോൾ ഒരുമാതിരി ഭയങ്കര ഉജാല കളറാണ്, മൊത്തം ഒരുമാതിരി നീല വയലറ്റ് കളർ പോലെയാണ്. അപ്പോൾ ആ കളർ മാറ്റിയേക്കാന്ന് വെച്ച് നമ്മൾ കിറ്റിന് കുറച്ച് ഡിസൈനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും മൂഞ്ചി പോകുന്ന തോന്നണേ. അപ്പോൾ എന്നാണെങ്കിലും തോന്നുന്ന പോലെ കാണിച്ചേക്കാന്ന് വെച്ചാൽ ഭയങ്കര ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈനുകളൊക്കെ, ഭയങ്കര ഡിസൈനൊക്കെയാണ്. ചുമ്മാ തോന്നിയ പോലെ എല്ലാം അതിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടേ കൂടെ വൈകിട്ട് കാന്തായോണ്ട് അതിൻ്റെ ഒരു ഗുണം കൈ പിടിച്ച് വരാൻ. അപ്പം നമ്മൾ തിരിച്ച് ലൈവിലെത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഡിസൈനാണ്. ഒന്നും നോക്കിയില്ല. എന്നാണെങ്കിലും വണ്ടി പുറത്തോട്ടിറക്കൊന്നും നടക്കുകയില്ല. ഇതിനകത്തിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു സെറ്റപ്പാണ്. ഒരു ടെസ്റ്റിന് വേണ്ടി പിന്നെ വണ്ടിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. പിന്നെ ഓടിച്ചാൽ പോലും മറ്റേ ഓഫ് റോഡിലേ ഓടിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെ അടിച്ചെടുക്കേണ്ടതെന്ന് വലിയ ഉറപ്പൊന്നും ആയിട്ടില്ല കേട്ടോ ഇതുവരെ. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പെയിൻറ്റ് കയറുമെന്ന് ഉറപ്പിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ വെള്ളം അടിക്കാനാണ്. ഇപ്പോൾ ഈ കാണുന്ന ഡിസൈൻ പോലെ തന്നെ ചുമ്മാ വൈറ്റ് കയറി വരും അവിടെ ഇവിടെയൊക്കെ. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ കേട്ടോ, അഡ്രിനാലിനേഷൻ്റെ AU എന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറിനും ബൈക്കാൻ വേണം. ചുമ്മാ തോന്നിയ പോലെ മൊത്തം ഡിസൈനാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി അടിച്ച് നോക്കാം, എന്താവുമെന്ന് അവസാനം നോക്കാം, അതേ ഉള്ളൂ. എൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പിടുത്തമില്ല. അന്നേരം തോന്നുന്നു, അന്നേരം കാണിക്കണം, അത്രയും പരിപാടിയേ ഉള്ളൂ. പേപ്പറൊക്കെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പെയിൻറ്റ് അടിച്ചേക്കാം. ഇന്നലെ കാണിച്ച പോലെ പരിപാടി കാണിക്കാണ്ട് ഇച്ചിരി പ്രോലി അടിച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആകും തോന്നുന്നു. പുലിങ്ങട്ടെ കളർ നോക്കിയിട്ട് പോവാം. ഇന്നലത്തെ ഇതെല്ലാവരും വെള്ളയാണ്. ഇതെന്നാ സംഭവിക്കണേന്ന് നോക്കാം. നമുക്ക് തന്നെ മണ്ടക്കട ചുമ്മാ ഞെക്കി വിടാം. എല്ലാവരും റെഡി ആയിക്കോ. എത്ര മതി ആയിരിക്കല്ലേ? കട്ടിക്ക് വേണടാ. അങ്ങനെ കിടക്കാം. എന്നിട്ട് അത് പൊളിച്ച് കഴിയുമ്പോൾ തന്നെ ഡിസൈൻ നോക്കാം. ഇത്ര വേണ്ട. നമ്മളെല്ലാത്തിനും സിംഗിൾ കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ട്രൈ ആയിട്ട് ഇതിൻ്റെ മണ്ട കൂടെ ലെയറും കൂടെ അടിച്ച് നോക്കാം. എന്നിട്ട് അവസാനം എല്ലാം കൂടെ പൊളിച്ച് കഴിയുമ്പോൾ ബിഗ് റിവീൽ എന്താ സംഭവിക്കണമെന്നറിയാം. അമ്മ ചെയ്യാൻ വരെ നമ്മുടെ പെയിൻ്റ് അടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം പൊളിച്ച് നോക്കാം. നമ്മുടെ ഐറ്റംസ് എല്ലാം എന്തേ നിരന്നിരിക്കണം. ഇനി ഓരോന്നായിട്ട് പൊളിച്ച് നോക്കണം. മാസ്കിൻ ടേപ്പ് പൊളിച്ച് കഴിയുമ്പോൾ അറിയാം അവസ്ഥ എന്നാന്ന്. മിക്കവാറും മെനകേടാവാനായിരിക്കും ചാൻസ്. നോക്കാമല്ലേ? ഇങ്ങനെയല്ലേ പരീക്ഷണം. അപ്പോൾ നമ്മൾ തുടങ്ങണം കേട്ടോ. നമുക്ക് ആദ്യം ഇത് കഴിക്കാം, ന്യൂസ് പേപ്പർ പൊളിച്ച് നോക്കാം. അതാണ് ചാൻസ്. ഓക്കെ, പെയിൻ്റ് എന്നാലും അങ്ങോട്ട് പോയിട്ടില്ല. ക്യാപ്റ്റൻ അമേരിക്കൻ ടൈപ്പ് അല്ലേ, നീലയും വെള്ളി. പൊളിക്കാനായാലും പാടാനുണ്ടാവും. ഏതാ കളറൊന്നും അതിൻ്റെ ഇടയ്ക്കൂടെ കയറിയിട്ടില്ല, അത്ര സമാധാനം. ഇനിയിപ്പോൾ എന്നടാ സ്റ്റാർ വിളിച്ചാലോ? ആദ്യം സ്റ്റാർ വിളിക്കാം. നമ്മുടെ സ്റ്റാറിൻ്റെ അവസ്ഥ എന്നാണെന്നറിയാം. ഇത് എവിടെയെന്ന് വിളിച്ചു തുടങ്ങും. ഓക്കേ, ചെറുതായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കയറിയിട്ടുണ്ടോ? ഇല്ല, വലിയ കുഴപ്പമില്ല. അതേ ഒരു ഇത് നമ്മുടെ ട്രയാങ്കിളറിന് കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു ഇതുള്ളൂ അല്ലേ? ഏതാ കളി? ഇപ്പോൾ കറക്റ്റ് ക്യാപ്റ്റൻ അമേരിക്കയായി.
വരട്ടെ. അത് കൊള്ളാം. നമുക്ക് AN അല്ലേ, അവിടെ ചാനലിൻ്റെ AN. അതെന്നെ അവസ്ഥ നോക്കട്ടെ. പൊളിക്കാൻ കിട്ടാനാണല്ലോ പാട്. ചരണ്ടി ബാക്കി ഓക്കെ. പൊളിഞ്ഞ് വരുന്നുണ്ട്. ആണോ? ഓക്കെ, തന്നെയാണ്. അടുത്ത് നമ്മുടെ എന്നിൻ്റെ പകുതി അവിടെ കിരിപ്പടാവി. എന്നൊക്കെ വളഞ്ഞൊക്കെ ഉള്ള തന്നെ ഉണ്ടോ? ഓക്കെ, അത് സെറ്റ്. ഇതിൻ്റെ അടിയിൽ അണ്ടർലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നോക്കട്ടെ. ഏതാ ചാനലിൻ്റെ പേരായിട്ടുണ്ട്, AN അഡ്രിനാലിനേഷൻ. ഇത് പറയാൻ പഠിച്ചു. അടുത്ത ഇനി ഫാസ്റ്റായിട്ട് ഓരോന്ന് വിളിക്കാം അല്ലേ, സമയങ്ങളുണ്ട്. അതിൻ്റെ അടിയിൽ വേറെ ഉണ്ട്. അയ്യോ, ഇവിടെ എന്താണ് കാണിച്ചു വെച്ചേക്കണെന്ന് ഇപ്പോൾ അറിയാം. ഓക്കെ, അത് വേണ്ടതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുഴപ്പമില്ല, ഒക്കെ ഫാഷനാന്ന് പറഞ്ഞാൽ മതി. അടുത്ത കുരിശ്. ടൈൽ ഇത്രയല്ലേ വിളിക്കാനുള്ളത്. സെറ്റ്. നേട്ടേക്ക് സെറ്റ്. ഇനിയിപ്പോൾ ബാക്കി വിളിക്കാം. അത് അത്യാവശ്യം മെനയായിട്ടുണ്ട് കേട്ടോ ടാങ്ക്. ഇനിയിപ്പോൾ ബാക്കി ഇതുപോലെ എല്ലാം പൊളിക്കാനുണ്ട്. അപ്പോൾ ഇത് മാത്രം ഒന്ന് നോക്കിയിട്ട് പൊളിക്കുക. ബാക്കിയെല്ലാം ഞങ്ങൾ പൊളിച്ചിട്ട് ലാസ്റ്റ് കാണിക്കാം. ഇതും കൂടെ നമുക്ക് എന്നാവുമെന്ന് പൊളിച്ച് നോക്കാം, ഇതിൻ്റെ അവസ്ഥ എന്താണ്. ഭയങ്കര ഡിസൈനൊക്കെ മറ്റേമാതിരി ഇതുപോലെ എല്ലാം പൊളിച്ചിട്ട് വരാം കേട്ടോ. മൊത്തം പൊളിച്ചിട്ട് ലാസ്റ്റ് കാണിക്കാം. നമ്മൾ മാസ്കിൻ്റെ ടേപ്പ് എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കിട്ടി, രസമായി, നമുക്ക് ഇഷ്ടപ്പെട്ട് പോയി. സാധനം കൊള്ളാം, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ മണ്ടേ കൂടെ എല്ലാം ക്ലിയർ കോട്ട് അടിച്ചു വിടണം. അതാണ് അടുത്ത പരിപാടി. ക്ലിയർ കോട്ട് നോക്കി അടിച്ചില്ലേ പണിയാവും തോന്നുന്നു. ഇത്ര നേരം കാണിച്ച ഇത്രയും കാണിച്ചാൽ പണിയാവും. നോക്കി അടിക്കാം. നല്ല ദൂരെ പിടിച്ചിട്ട് അങ്ങനത്തെ അടി അടിക്കേണ്ടി വരും. കമത്തിയിട്ടിട്ട് അകത്താദ്യം പരീക്ഷിച്ചാലോ. സീനാണല്ലോ കൊണ്ടുതോന്നു തിളക്കാൻ കണ്ട് ചെള്ളി പരിപാടിയൊക്കെ അതൊന്ന് കഴുകിയിട്ടൊക്കെ അടിക്കാതെ എവിടെ ഒരു ഭാഗത്തിൽ ആര് കാണാൻ. പിന്നെ കുളിക്കൊടങ്ങി. ഇതടിച്ച് പരീക്ഷിക്കാൻ നല്ലോണം. കുഴപ്പമില്ല, വേറെ കളറൊന്നും അല്ല. ക്ലിയർ കോട്ടിൻ്റെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ക്ലിയർ കോട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അടിക്കാം. അടിക്കുമ്പോൾ ശ്രദ്ധിച്ച് അടിച്ചാൽ മതി. ഓക്കെ, തുടങ്ങിയേക്കാം.
ഇത് ബാക്കി പോലെയല്ല, ഇത് അടിച്ചിട്ട് ആവണുണ്ടോന്ന് അറിയാൻ പറ്റില്ല കളറില്ലാത്തതുകൊണ്ട്. അതാ ഏറ്റവും പ്രശ്നം. ഏതാ ക്ലിയർ സംഭവങ്ങളാ. അത്രയും ലൈറ്റായിട്ട് മതിയായിരിക്കും അല്ലേ? തിളക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ക്ലിയർ കണ്ടിട്ട് തിളക്കൊക്കെ ഉണ്ട്. നല്ല മണമുണ്ടല്ലേ. തല ഇറങ്ങണം. മാസ്ക് എല്ലാം വെക്കേണ്ടി വരും. ഇച്ചിരി പൊടി ഉണ്ടായിരുന്നു, കൂടി കളയാറുന്നല്ലേ. അടുത്തത് ഇവൻ പൊടിയൊക്കെ അതുപോലെ അടിച്ചു വെക്കുക. നമ്മുടെ വൃത്തിയാക്കൽ ഇതാണ് കേട്ടോ. ചെടിയിൽ പഠിച്ചല്ലായിരുന്നുള്ളൂ. എന്താ അവർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം അടിച്ചിട്ട് തലയും കുത്തി പിടിച്ച് ഞെക്കി വിടാൻ, അല്ലെങ്കിൽ ബ്ലോക്ക് ആവുന്നു. ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ചിട്ട് അടിക്കണ എന്താ കളി? എവിടെ പിടിക്കൂടാ ഓട്ടിക്കട്ടെ. അല്ല ഇത് അടിച്ചില്ലെങ്കിൽ മറന്നു ഞാൻ, അടിക്കാൻ മറന്നു. ഇപ്പം തന്നെ അടിച്ചേക്കാം, അല്ലേ മറന്നു പോകും. ഇത് കീ ഹോൾ കൂട്ടി നമ്മൾ അടിച്ചു നോക്കൂല്ലേ? എല്ലാം ഉണങ്ങട്ടെ. എല്ലാം ഉണങ്ങിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഉണങ്ങാൻ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടേ കൂടെ ഒരു കോട്ടും കൂടെ അടിച്ചു വിടാം. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടി കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നോക്കാം എല്ലാം സെറ്റായി വന്നു. ഓക്കെ, നമ്മുടെ പെയിൻറ്റിങ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൂടെ നമ്മുടെ വണ്ടി ഇങ്ങനത്തെ വെച്ചാൽ നമ്മുടെ വണ്ടി ഈ ഒരു രൂപത്തിൽ നിന്ന് ഇങ്ങനത്തെ രൂപത്തിലോട്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നൈസായിട്ടുണ്ട് സാധനം. പെയിൻറ്റിങ് ഒക്കെ ഉദ്ദേശിച്ചതിനേക്കാളും കളറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ക്ലിയർ കോട്ട് അടിച്ചപ്പോൾ എല്ലാം തിളങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈലൻസർ റാപ്പൊക്കെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. സൈലൻസറിന് റാപ്പൊക്കെ ചുറ്റി ആ മെനക്കേടങ്ങ് മാറാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഫൈബറിൻ്റെ സാധനം തന്നെയാണ്, ഫൈബർ ഗ്ലാസ് ഐറ്റം കണ്ടാണ്. നനച്ചിട്ടാണ് ചുറ്റി വെച്ചേക്കണേ. ഗ്ലൗസ് ഒക്കെ ഇട്ട് ചുറ്റി, അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഇത് കൊത്തിക്കറി കഴിഞ്ഞാൽ. ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയും കൊണ്ട് ഇതിലും ഒന്ന് കറങ്ങാൻ പോയാൽ മതി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബിൽഡ് കംപ്ലീറ്റ് ആവും, റൈഡും കൂടെ കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഇത്ര കണ്ടാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വണ്ടിയുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെറ്റായി, അത്യാവശ്യം നീറ്റായിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എങ്ങനെ ഇനി റൈഡ് വീഡിയോ കാണാമല്ലേ വണ്ടിയുടെ? ഓക്കെ അച്ഛന്മാരെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം, റൈഡ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. ഓക്കെ ബൈ.